സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 20 ശ്ലീഹാകാലം 7-ാം ഞായർ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 14 വരെ വാക്യങ്ങൾ. ഏശയ്യായുടെ പുസ്തകം അധ്യായം 5 വാക്യങ്ങൾ 8 മുതൽ 20 വരെ. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 13 22 മുതൽ 30 വരെ വാക്യങ്ങൾ. മേരിയുടെ സങ്കീർത്തനവും ശിരസുയർത്തുന്ന കവാടങ്ങളും. രചന ജോമോൻ എം മങ്കുഴിക്കരി. ആഖ്യാനം രജൻ ജോർജ്. ആ കൽഭരണികൾ ശൂന്യമായിരുന്നു. അവയുടെ വക്കിൽ പോലും ഒരു തുള്ളി വെള്ളമെത്തുമെന്ന പ്രതീക്ഷ പോലുമില്ലായിരുന്നു. അനുദിന അതിജീവനത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഭീതിപ്പെടുത്തുന്ന വരൾച്ചയ്ക്ക് നടുവിലായിരുന്നു കൽഭരണികൾ. ഇടുക്കിയിലെ കമ്പിളിക്കണ്ടം എന്ന ഗ്രാമത്തിൽ അസാധാരണ പരിത്യക്തതകൾക്കിടയിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അസാമാന്യ പോരാട്ടങ്ങളുടെ കഥയാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. അതിദയനീയമായ പരാധീനതകൾക്ക് മുന്നിൽ ഒരിഞ്ച് വിട്ടുകൊടുക്കാത്ത നന്ദിക്കുന്നേൽ മേരി എന്ന അമ്മയാണ് ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായ ബാബു എബ്രഹാം എഴുതിയ ഈ ഓർമ്മ പുസ്തകത്തിൻ്റെ ഓരോ താളിലും തുടിച്ചു നിൽക്കുന്ന ജീവചൈതന്യം. തിരമാലയിൽ നടന്നവനെ നിന്നെ തിരയുന്നു ഞങ്ങളൊന്നായി എന്ന് പാടുന്ന അമ്മ മകന് നൽകുന്ന മേരിയുടെ സങ്കീർത്തനം ഇപ്രകാരമാണ്: തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി വയ്ക്കണം. ചുറ്റും വെള്ളം പൊങ്ങുന്നുവെന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ചു പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെ ഇവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് വെള്ളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികൾ ചേർത്ത് വച്ചു കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കര പറ്റിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. ആ അമ്മയുടെ ത്യാഗവും ധൈര്യവും കൊണ്ട് ആ കൽഭരണികൾ വക്കോളം നിറഞ്ഞ ജീവിതകഥയോട് മനസ്സ് ചേർത്ത് വെച്ചാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള കർത്താവ് പറയുന്ന ഇടുങ്ങിയ വാതിലിനു മുന്നിൽ നിന്നത്. ക്ലേശസങ്കീർണമായ മനുഷ്യജീവിതത്തിൻ്റെ ചാരെ നിന്ന് അന്തിമമായി നാം ലക്ഷ്യം വയ്ക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രവേശന കവാടത്തെ നാം ധ്യാന വിഷയമാക്കുന്നു. തിരിച്ചറിവാകുന്ന പ്രായം മുതൽ ഒരു ക്രൈസ്തവൻ ഞായറാഴ്ച പ്രസംഗങ്ങളിലും മൃതസംസ്കാര യാത്രാമൊഴികളിലും ധ്യാന പ്രഘോഷണങ്ങളിലും ഉപമയായോ ഉപമേയമായോ ഈ വാതിലിനെക്കുറിച്ച് നിരന്തരം കേട്ടിട്ടുണ്ട്. മുന്നറിയിപ്പുകളിൽ ഉൾക്കിടിലം അനുഭവിച്ചിട്ടുണ്ട്. ആത്മീയ അച്ചടക്കത്തിൻ്റെ താക്കോൽ. ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം തന്നെ വിജയകരമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണെന്നുള്ള സഭാപ്രബോധനങ്ങൾ നമ്മുടെ ആത്മീയ അച്ചടക്കത്തിന് നിദാനമാണ്. നന്മയിൽ നിന്ന് തിന്മയിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കുമെന്ന നമ്മുടെ അനുദിന ജീവിത സഞ്ചാരങ്ങളെ നാം അളക്കുന്നതും ദൈവഭയത്തോടെ ക്രമപ്പെടുത്തുന്നതും സ്വർഗകവാടത്തെ ഓർത്ത് തന്നെയാണ്. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസ് ആ വാതിലിന് മുന്നിൽ താക്കോൽ സൂക്ഷിപ്പുകാരനായി ഉണ്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ചോദ്യവും ഉത്തരവും. യേശുവിൻ്റെ കാലത്ത് ഒട്ടുമിക്ക യഹൂദ റബ്ബിമാരും വിശ്വസിച്ചിരുന്നത് ചില കൊടും പാപികൾ ഒഴികെ ഇസ്രായേൽ ജനത മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നായിരുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണല്ലോ. ഈ പശ്ചാത്തലത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിനാണ് യേശു വാതിലിൻ്റെ ഉപമ പറഞ്ഞ് യഹൂദ അവകാശ തീസിസിന് തിരുത്തെഴുത്ത് നൽകിയത്. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം അവഗണിക്കുന്നവരുടെ മുന്നിൽ വാതിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കാൻ യേശു മറക്കുന്നില്ല. പാഠശാലയിൽ വൈകിയെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വാതിലടയ്ക്കുന്ന പതിവും ഒരാഴ്ച മുഴുവൻ അവർക്ക് പ്രവേശനം നിഷേധിക്കുന്ന രീതിയും അക്കാലത്ത് നിലനിന്നിരുന്നതിനാൽ അവിടുത്തെ വാക്കുകളുടെ സന്ദേശം വ്യക്തമായിരുന്നു.
ക്ഷണവും മുന്നറിയിപ്പും. വാതിൽ എന്നത് ഒരു ക്ഷണവും മുന്നറിയിപ്പുമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ജന്മാവകാശമല്ല, പാരമ്പര്യലബ്ധവുമല്ല എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അലസതയോടെയും അലംഭാവത്തോടെയും ദൈവരാജ്യത്തെ സമീപിക്കാൻ കഴിയുകയില്ല. നമുക്ക് മുന്നിൽ വാതിൽ തുറന്നിരിക്കുന്നത് എല്ലാ കാലത്തേക്കുമല്ല. ജാഗരൂകതയോടെ, തുറവിയുള്ള മനസ്സോടെ ദൈവരാജ്യ പ്രവേശനത്തിനുള്ള ക്ഷണത്തിന് നാം ഉത്തരം നൽകണം. വാതിൽ പുറത്തുനിന്ന്. യോഹന്നാൻ 10:9 യേശു പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുവിലൂടെയാണ് ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുന്നത്. ത്യാഗപൂർണവും വിനീതവുമായ ആത്മാർപ്പണത്തിലൂടെ മാത്രമാണ് ഇടുങ്ങിയതെന്ന് യേശു വിശേഷിപ്പിക്കുന്ന വാതിൽ കടക്കാൻ കഴിയുക. എന്നാൽ ഈ വാതിൽ യഹൂദനും വിജാതീയനും ആദ്യത്തവനും അവസാനത്തവനും ബലവാനും ബലഹീനനും കടക്കാൻ തക്കവിധം വിശാലമാണ്. പരിശ്രമം, ആത്മീയ പോരാട്ടം. അവിടുത്തെ വാക്കുകൾ: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. ഗ്രീക്ക് ഭാഷയിലെ അഗാണിസോമെ എന്ന പദത്തിൻ്റെ അർത്ഥം പോരാടുക എന്നതാണ്. അച്ചടക്കത്തോടെ വിജയത്തിനായി അധ്വാനിക്കുന്ന ഒരു കായിക താരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നിസ്സംഗതയും അയഞ്ഞ സമീപനവും അലസതയും ചെറുത്തു മുന്നേറുന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ആത്മപരിവർത്തനത്തിൻ്റെ വഴി. നാം കടക്കാൻ ആഗ്രഹിക്കുന്ന വാതിൽ കേവലം ഒരു പ്രവേശികയല്ല, അത് ക്രിസ്തുവിലുള്ള ജീവിത രീതിയിലേക്കുള്ള നമ്മുടെ വഴിത്തിരിവും തുടർച്ചയുമാണ്. സ്വയം കേന്ദ്രീകൃതമായ ജീവിത വഴികളിൽ നിന്ന് ദൈവസന്നിധിയിലെ വിട്ടുകൊടുക്കലിലേക്ക്, ജനതയുടെയും സംസ്കാരത്തിൻ്റെയും പേരിലുള്ള അവകാശവാദത്തിൽ നിന്ന് ദൈവിക ഉടമ്പടിയിലുള്ള വിധേയത്വത്തിൻ്റെയും ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെയും കവാട പ്രവേശനമാണിത്. ദൈവരാജ്യത്തിൻ്റെ ആതിഥേയത്വത്തോടുള്ള മനുഷ്യൻ്റെ വിനീതമായ പ്രതികരണവും കൂടിയാണിത്. ശിരസുയർത്തുന്ന കവാടങ്ങൾ. സുഗമപാതകളും ശുഭയാത്രകളുമാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. ശാരീരികമായി ക്ലേശിപ്പിക്കുകയും മാനസികമായി അലട്ടുകയും ചെയ്യുന്ന യാത്ര മാത്രമല്ല, ജീവിതവും നമ്മെ അസഹിഷ്ണുക്കളും അക്ഷമരുമാക്കുന്നു. എന്നാൽ കുരിശിലൂടെയാണ് യേശു തൻ്റെ രാജ്യത്തിലേക്കുള്ള വഴി നമുക്കായി തുറന്നത്. ആ വഴിയിൽ മാത്രമേ അവനെ തേടാൻ നമുക്ക് കഴിയൂ. ഇടുങ്ങിയ വാതിൽ കടന്ന് അവൻ്റെ രാജ്യത്ത് പ്രവേശിക്കാൻ സന്നദ്ധതയോടെ മുന്നോട്ട് വരുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും പതറാതെ തളരാതെ അവിടുത്തെ കൃപ നമുക്കൊപ്പം. അവിടുത്തെ രാജ്യത്തിൻ്റെ കവാടങ്ങൾ നമുക്കായി ശിരസുയർത്തും. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 20 ശ്ലീഹാകാലം 7-ാം ഞായർ. മേരിയുടെ സങ്കീർത്തനവും ശിരസുയർത്തുന്ന കവാടങ്ങളും. രചന ജോമോൻ എം മങ്കുഴിക്കരി. കുവൈറ്റിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമാണ് ലേഖകൻ. ആഖ്യാനം രജൻ ജോർജ്.